ഷൂട്ടിന് പോവാണ് ഗൈസ്. ഇതെല്ലാം ഞാൻ ഇടുവേ ഇതുപോലെ. എനിക്ക് ഇൻട്രോ പറയാൻ മടിയായിട്ടാണ് ഞാൻ വെറുതെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇൻട്രോ തന്നെ. ഞാൻ വേറെ ഇൻട്രോ പറയാം. പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാളൂസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് മാളുവിന്റെ മെറ്റേണിറ്റി ഷൂട്ടിന് പോവാണ് ഗൈസ്. ഞാനുണ്ട്, നമൃതയുണ്ട്, മാണ്ടുണ്ട്, ഏട്ടനുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ നല്ല രസമുണ്ടല്ലേ ഇതിൽ കാണാൻ? ഇല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് പോകുന്നത് എൻ്റെ മറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. മറ്റേണിറ്റി ഷൂട്ടിന് ഇറങ്ങിയതായിരുന്നു. ഒരു വക സാധനങ്ങളും വാങ്ങിച്ചിട്ടില്ല. മോം ടു ബി ഡാഡ് ടു ബീൻ്റെ ഇത് വാങ്ങിച്ചിട്ടില്ല. പിന്നെന്താ ഇറ്റ്സ് എ ബോയ് ഇറ്റ്സ് എ ഗേൾ ആ സാധനം വാങ്ങിച്ചിട്ടില്ല. ആകെ ഞാൻ മോം ടു ബിയും ഉണ്ട്, ഡാഡ് ടു ബിയും ഉണ്ട്. വേറെ ഒരു സാധനം കയ്യിലില്ലാണ്ടാണ് മറ്റേണിറ്റി ഷൂട്ടിന് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ടല്ലേ, അപ്പം അബദ്ധം പറ്റും. ഇതൊക്കെ വേണമെന്ന് അറിയായിരുന്നു, പക്ഷെ എന്തോ അന്നേരം തലയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കടയൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ് സാധനം കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് സൺഡേയും ആണ്. സൺഡേ കടയൊന്നും തുറന്നിട്ടുമില്ല. ഈ കിഡ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പ് അങ്ങനത്തെ അടുത്തൊന്നും സാധനം ഇല്ല എന്തായാലും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പ് മാത്രമേ കിഡ്സിൻ്റെത് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ സാധനം കിട്ടുമോയെന്ന് അറിയാൻ രണ്ടാളെ വിട്ടിട്ട് ഞങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അയ്യോ ഞാൻ കിട്ടിയില്ല, ഇന്ന് കിട്ടിയില്ല. ഇപ്പം അവസാനം പയ്യന്നൂരിലെ പലൂതയിൽ കയറിയിട്ടുണ്ട്. അവിടെയാണ് ആകെ പ്രതീക്ഷയുള്ളത്, ഉണ്ടാവുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. എന്തായാലും നോക്കാം. കിട്ടിയ വിചാരിച്ച പോലെ പലൂതേന്ന് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു കേക്കും കൂടി വാങ്ങിച്ചിട്ട് നേരെ ലൊക്കേഷനിലേക്ക് പോവാണ്. എട്ടിക്കുളം ബീച്ചിൽ നിന്നാണ് ഷൂട്ട് എടുക്കുന്നത്. പയ്യന്നൂരുള്ളൊരു ചേട്ടനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ടിന് എത്തിയിട്ടാണ്. സൈഡിൽ നിന്നുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ സൺസെറ്റിൻ്റെ നോക്കിയിട്ട് സൺസെറ്റ് ബേസ് ചെയ്തിട്ട് കുറച്ച് ഷൂട്ട് എടുക്കാം. സൺസെറ്റ് ആവാറായി. അപ്പം അത് കിട്ടുന്ന രീതിയിൽ സൂര്യനെല്ലാം വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ പോവാം. ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം. ബീച്ചിൽ പോകാൻ വാങ്ങിക്കൂലേ? അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുള്ളത് പുന്നക്കടവുള്ള ഈ ഒരു ക്രേവിങ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അവിടുന്ന് ചായയും പിന്നെ 1-2 സ്നാക്സും ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ആംബിയൻസും സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഗ്രോസറി ഷോപ്പിംഗ്. അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇന്ന് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ലബ്ബിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കൈകൊട്ടിക്കളി മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് കാണാനായിട്ട് പോയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.